ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസിയന്റ് കറണ്ടിന്റെ കേസാണ്. ട്രാൻസിയന്റ് കറണ്ടിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എല്ലാ സർക്യൂട്ടിലെ ഗ്രോത്തും ഡീക്കയും അതേപോലെ തന്നെ CR സർക്യൂട്ടിലെ ഗ്രോത്തും ഡീക്കയും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സീരീസ് സർക്യൂട്ടിലെ ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ടു L ആൻഡ് R ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീരീസ് LC സർക്യൂട്ട് നമ്മൾ AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൾട്ടർനേറ്റീവ് കറണ്ട് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനെ കുറിച്ച് എന്താ LCR സർക്യൂട്ട് സീരീസ് സർക്യൂട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ അതിന്റെ ട്രാൻസിയന്റ് കറണ്ട് അല്ലെങ്കിൽ ആ ഗ്രോത്തും ഡീക്കയും. അപ്പോൾ ട്രാൻസിയന്റ് കറണ്ട് ആ മീനിങ് അറിയാലോ, എന്താണ് ആ സ്മോൾ സ്പാൻ ഓഫ് ടൈമിൽ നിൽക്കുന്ന കറണ്ട്, ഗ്രോത്തിനും ഡീക്കയും ആ ഒരു കറണ്ടാണ് എന്ത് പറയുന്നത്, അതിനെ നമ്മൾ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു സ്മോൾ ടൈമിൽ എന്ത് ചെയ്യുന്നത്, ആ സർക്യൂട്ടിൽ നിൽക്കുന്ന കറണ്ട്. അപ്പൊ ഇവിടുത്തെ ഗ്രോത്തും ഡീക്കയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീരീസ് സർക്യൂട്ടിൽ, സീരീസ് LCS സർക്യൂട്ടിൽ എങ്ങനെയാണ് ഗ്രോത്തും ഡീക്കയും വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡക്ടർ L ഈ കാണുന്ന പോലെ സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ LCS സർക്യൂട്ട് തന്നെയാണ്. The equation of EMF at any time t when the current I can be found out using Kirchhoff second law. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ Kirchhoff law യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, EMF ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ EMF ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, L into di/dt plus Q by C plus എന്ത് വരും, R into I വരും. Is equal to E ആണ്. ഇതിൽ ഈ I എന്ന് പറയുന്നത് എന്താണ്, dQ/dt ആയിരിക്കും. di/dt is equal to എന്ത് കിട്ടും, അത് d²Q/dt² എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ നമുക്ക് d²Q/dt² ഉണ്ട് പ്ലസ് R/L into dQ/dt പ്ലസ് 1/LC into Q എന്ന് കിട്ടും. ദിസ് ഈക്വൽ ടു E/L എന്ന് കിട്ടും. അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഐയുടെ ഡെറിവേറ്റീവ്, ഐ എന്ന് വെച്ചാൽ കറണ്ട് ആണ്. കറണ്ട് എന്താണ്, കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, dQ/dt ആണെന്ന് അറിയാം. അപ്പോൾ di/dt അതെന്തായിരിക്കും, ഇത് ശരിക്കും നമുക്ക് ഇവിടുത്തെ ഈ ടേമിൽ വരുന്നതാണ് di/dt എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത് ഇതെന്താണ്, ഇത് ശരിക്കും ഇവിടെ di/dt ആണ്. di/dt അത് മാറ്റി എഴുതുക, di/dt ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ L ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ L എന്ത് ചെയ്തു, കോമൺ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തു അവിടെ. അങ്ങനെ ബാക്കി എല്ലാം L വന്നത്, ഇവിടെ മാത്രം എന്ത് ചെയ്തു, ആ L റിമൂവ് ആയി. അത് ശരിക്കും എന്താ ചെയ്തത്, നമ്മളവിടെ കോമൺ ആയിട്ട് L കൊണ്ട് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ Qന്റെയും Lന്റെയും Rന്റെയും ടേംസിലോട്ട് മാറി. നമുക്ക് കറന്റ് ടേംസ് എന്ത് ചെയ്തു, ചാർജിന്റെ ടേംസിലോട്ട് ഇക്വേഷനെ മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അവിടെ ചാർജിന്റെ ഫോമിൽ ആയിരിക്കണം. കറണ്ട് മാത്രം പോലെ ചാർജിന്റെ ഇക്വേഷൻ കൂടി എന്ത് ചെയ്യണം, നമുക്ക് അവിടെ വേണം. അപ്പോൾ നമ്മൾ ഇപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിനകത്ത് ഇതിനകത്ത് നമുക്ക് ഒരു ടേംസ് ഉണ്ടല്ലോ, ഈ R/L ഉണ്ട്, അതേപോലെ തന്നെ 1/LC ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടേംസിനെ ഞാൻ എന്ത് ചെയ്തു, 2B എന്നും K² എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ജസ്റ്റ് എന്ത് ചെയ്തു, 2B is equal to R/L എന്നും K² equal to 1/LC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇനി ഈ R/L വന്ന സ്ഥാനത്ത് എന്ത് ചെയ്യാം, അവിടെ 2B കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു 1/LC വന്ന സ്ഥാനത്ത് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് K² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കിടന്ന ഈ ഒരു E/L നെ കൂടി എന്ത് ചെയ്തു, LHS സൈഡിലോട്ട് മാറ്റി. അപ്പൊ LHS സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ Q മൈനസ് E/K²/L equal to S എന്ന് പറഞ്ഞ് എടുക്കുവാണ്, X എന്ന് പറഞ്ഞ് എടുക്കുവാണ്. അതിനുശേഷം dx/dt എന്ന് വെച്ചാൽ എന്താണ്, അത് dQ/dt ഈക്വൽ ആണെന്ന് എടുത്തിട്ടുണ്ട്. which is equal to d²x/dt². ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ d²x/dt² പ്ലസ് 2b into dx/dt പ്ലസ് k²x equal to 0. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്തു, ഹാർമോണിക് ഓസിലേറ്ററിന്റെ, ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ കൺവേർഷന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഇവിടെ നമ്മളിപ്പോ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കൊണ്ടുവന്നത്. കാരണം എനിക്കിപ്പോ ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഇപ്പൊ ഇത് ചാർജ് ടേംസിൽ ഇരുന്നത്, ചാർജ് ടേംസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷനിലോട്ട് മാറ്റാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടി കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ എന്ത് ചെയ്തു, ഈക്വൽ ടു 0 എന്ന് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ Q മൈനസ് E/K² എന്ന് എടുത്തു, അതിന് X എന്ന് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, dx/dt സെക്കൻഡ് ഡെറിവേറ്റീവും അവിടെ എടുത്തു. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുവാണ്, ഇത്രയും ചെയ്തതിന് ശേഷം അവിടെ നമ്മളിപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മീൻസ് ഇതൊരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ മീൻസ് എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ അതിന്റെ കുറച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓസിലേറ്റ് ലാസ്റ്റ് റെസ്റ്റിംഗ് പൊസിഷനിൽ എത്തും.
ഫോർ എക്സാമ്പിൾ നമ്മുടെ സിമ്പിൾ പെൻഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ സിമ്പിൾ പെൻ നമ്മൾ ആദ്യം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നല്ലൊരു ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എന്ത് ചെയ്യും, വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഡാംപ്ഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു. ഇപ്പോൾ അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അത് നിൽക്കത്തില്ല. നമുക്ക് എർത്തിൽ അത് പോസിബിൾ അല്ല അൺഡാംപ്ഡ് ഓസിലേഷൻ, കാരണം നമുക്കിവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, എപ്പോഴും അത് ഡാമ്പിങ് സംഭവിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്ത് ചെയ്യും, വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ദാറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് അറിയാം. നമ്മൾ നോർമലി ഓസിലേഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഓസിലേഷൻ സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ x ഈക്വൽ ടു a e റൈസ് ടു ആൽഫ ടി എന്നാണ് എന്ത് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് dx ബൈ dt എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതായത് എനിക്ക് ഇനി ഇവിടെ സൊല്യൂഷൻസ് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻസ് dx ബൈ dt ആൽഫ ഇൻറ്റു a e റൈസ് ടു ആൽഫ ടി എന്ന് കിട്ടും. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, അത് ആൽഫ സ്ക്വയർ ഇൻറ്റു a e റൈസ് ടു ആൽഫ ടി എന്നായിരിക്കും. അപ്പോൾ ഇതിന്റെ സൊല്യൂഷന്റെ ഓരോ ഡെറിവേറ്റീവ്സ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ വേർ a and x are both arbitrary constant. Differentiating and substituting in equation 1 reduces to, അപ്പോൾ equation 1 ഇപ്പോൾ എന്തായിട്ട് മാറി, that is a square. a square means ഇവിടുത്തെ d square x by dt square എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, a square a e raised to alpha t എന്ന് കൊടുത്തു, പ്ലസ് 2b alpha a e raised to et എന്ന് കിട്ടി. കണ്ടോ, ആൽഫ ടി എന്ന് കിട്ടി. അത് ഇവിടുത്തെ ഡെറിവേറ്റീവ് ആണ്. നെക്സ്റ്റ് കെ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. കെ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയാം കെ സ്ക്വയർ ഇൻറ്റു എ ഇ റൈസ് ടു ആൽഫ ടി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു രീതിയിലൂടെ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ എ ഇ റൈസ് ടു ആൽഫ ടി എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റി കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ 2bx ഉണ്ടോ, 2bx പ്ലസ് കെ സ്ക്വയർ എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, അത് 0 ആണ്. ഇതിപ്പോ എന്തായി മാറി, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യാം, രണ്ട് സൊല്യൂഷൻസ് വരാൻ പറ്റും. ദാറ്റ് ഈസ് രണ്ട് സൊല്യൂഷൻസ് എന്താവും, a square plus 2bx plus k square per equation, that is a alpha equal to എന്ന് വരും, അതിന് മൈനസ് വരും. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, where a and b are arbitrary constant whose value can be determined by applying boundary conditions. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്യൂവിന്റെ വാല്യൂ എടുക്കുന്നത്, q is equal to x plus e by k square l ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് കൊടുക്കാം, ഈ എക്സിന്റെ സ്ഥാനത്ത് ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് നമ്മൾ ഈ രണ്ട് വാല്യൂസ് കൊടുത്തു, എക്സിന് ഈ രണ്ട് വാല്യൂസ് കൊടുത്തതിന് ശേഷം അവിടെ റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പകരം ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കെ സ്ക്വയർ നമുക്ക് 1 ബൈ എൽ സി ആണെന്ന് അറിയാം. അപ്പോൾ എന്താവും, ഇ ബൈ കെ സ്ക്വയർ എൽ എന്ന് പറയുന്നത് ഇ എൽ സി ബൈ എൽ ആയിട്ട് മാറും. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇ സി ഇസ് ഈക്വൽ ടു എന്താവും, Q0 ആയിട്ട് മാറും. വേർ Q0 is the final steady charge on the capacitor when the potential difference is equal to the EMF of the battery. അതായത് നമ്മളിപ്പോൾ ഒരു ബാറ്ററി സോഴ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ Q0 എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ ഫൈനൽ ചാർജ് ആയിരിക്കും. അതായത് ആ ഒരു കപ്പാസിറ്റി നിൽക്കുന്ന ഫൈനൽ ചാർജ് ആണ് അവിടുത്തെ Q0 വാല്യൂ എന്ന് പറയുന്നത്. ദെൻ Q is equal to Q0 plus e raised to minus dt into a gt plus d e raised to minus gt എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ t is equal to 0 ആവുമ്പോൾ എന്തായിരിക്കും, t is equal to 0 ആവുന്ന സമയത്ത് q എന്താവും, അവിടെ 0 ആവും. ആൻഡ് a plus b എന്തായിരിക്കും, അത് മൈനസ് Q0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊണ്ടുവരുന്ന സ്റ്റെപ്സ് അറിയാലോ, കാരണം നമ്മൾ ആദ്യം ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഇക്വേഷൻ എടുത്തു, അതിനുശേഷം സൊല്യൂഷൻ എടുത്തു, പിന്നെ അതിന്റെ എക്സിന്റെ വാല്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ നമ്മൾ എന്ത് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് എന്ത് ചെയ്ത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്തുകൊണ്ടുവരുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് dq ബൈ dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടേംസ് എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി ടി. Q0 ഡെറിവേറ്റീവ് 0 ആവും, കാരണം Q0 എന്താണ് അവിടെ, അതൊരു ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ Q0 എന്ന് പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ചാർജ് ആണ്, അപ്പോൾ അതെന്താവും 0 ആയിട്ട് പോകും, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ്. നെക്സ്റ്റ് എന്തുണ്ട്, മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി, അത് മൈനസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി ടി വരും. പിന്നെ ഈ ഒരു ടേം വരും, പ്ലസ് എന്ത് വരും, ജി ബി ടി ജി ഇ റൈസ് ടു ബി ടി ഇൻറ്റു എ ഇ റൈസ് ടു ജി ടി മൈനസ് ബി ഇ റൈസ് ടു മൈനസ് ജി ടി എന്ന് വരും. അപ്പോൾ ടൈം 0 ആവുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ, ഇനിഷ്യൽ കണ്ടീഷനിൽ ഐ is equal to dq by dt എന്തായിരിക്കും, അവിടെ 0, കാരണം ഇനിഷ്യൽ കണ്ടീഷനിൽ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ that is 0 is equal to minus b into a plus b plus
ജി ഇൻറ്റു എ മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, എ മൈനസ് ബി എന്ന് കിട്ടും. അപ്പൊ എ മൈനസ് ബി ഇസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി ബൈ ജി ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ ഈ എയും ബി, ഈ ഒരു ബിയും ജിയും നമ്മൾ നേരത്തെ എടുത്ത വാല്യൂസ് ആണ്. അപ്പോൾ വാല്യൂസ് നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ജി എന്ന് പറയുന്ന റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. കെ സ്ക്വയർ 1 ബൈ എൽ സ്ക്വയർ ആണ്. അപ്പൊ ഈ ഒരു വാല്യൂസ് ഒക്കെ ഓർത്ത് എടുക്കുക അവിടെ. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ ജി ഇൻറ്റു ക്യൂ സീറോ എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 നിന്ന് കിട്ടുന്നതാണ്. എ മൈനസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സീറോ എന്ന് കിട്ടുന്നത്. ഓക്കെ, and adding equation 3 and 4. അപ്പോൾ equation number 3 ഉം 4 ഉം എന്ത് ചെയ്യുക? equation number 3 ഉം 4 ഉം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് a is equal to minus q0 by 2 into 1 plus b by g എന്ന് കിട്ടും. ഇനി ഇതേ വാല്യൂസിന് എന്ത് ചെയ്യുക? ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. കാരണം നമുക്ക് എ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ എ ബിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ നമ്പർ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബി ക്യാൻസൽ ചെയ്തിട്ട് എ മാത്രം കിട്ടും. ഇനി സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? എ ക്യാൻസൽ ചെയ്ത് രണ്ടും എയുടെയും ബിയുടെ ഇക്വേഷൻ ആണ്. ഒന്ന് എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് ക്യൂ സീറോയും, ഇതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 3. അടുത്ത് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ എന്താ? എ മൈനസ് ബി ആണ്. അപ്പോൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എയും ബിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എയുടെ വാല്യൂ കിട്ടുന്ന മൈനസ് ക്യൂ സീറോ ബൈ ടു ഇൻറ്റു 1 പ്ലസ് ബി ബൈ ജി എന്നും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടുന്ന മൈനസ് ക്യൂ സീറോ ബൈ ടു ഇൻറ്റു 1 മൈനസ് ബി ബൈ ജി എന്നാണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് നമുക്കിപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ആയി കഴിഞ്ഞു. എയുടെയും ബിയുടെയും വാല്യൂ ആയി കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 അതായത് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചാർജിന്റെ ഇക്വേഷൻ, ഇതാണ് ഒരു ചാർജിന്റെ കോംപ്ലക്സ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ ഇത് സ്റ്റഡി സ്റ്റേറ്റ് ചാർജ് ആണ് Q0 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ ഇതിൽ എയുടെയും ബിയുടെയും വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇപ്പൊ നമ്മൾ കിട്ടിയ ഈ ടേംസിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു കുറച്ച് വലിയ ലെങ്തി ആയിട്ട് ഇക്വേഷൻ കിട്ടും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് എത്രത്തോളം ചാർജ് ആവുന്നു, എങ്ങനെയാണ് ഇതിന്റെ ചാർജിങ് എന്ന കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത്, കാരണം നമുക്ക് ചാർജിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചാർജിങ് കണ്ടുപിടിക്കാൻ വന്നുകൊണ്ടാണ് എന്ത് ഇത്രയും കോംപ്ലക്സ് ആയ ഒരു ഇക്വേഷൻ ആയിട്ട് മാറിയത്. സ്റ്റെപ്സ് എല്ലാം ഈസിയാണ്, പക്ഷേ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് നോക്കി എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ പഠിക്കുക. ഇതിനകത്ത് ഓരോ ടേംസ് ഒന്നും ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിനിടയ്ക്കുള്ള സ്റ്റെപ്സ് ഒക്കെ ഒന്ന് വിട്ടതിന് ശേഷം ഈ Q0യുടെ വാല്യൂസ് പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടെത്തിക്കുക. ഇതാണ് എന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ജി ഡിപെൻഡ് ഓൺ ബി ആൻഡ് കെ. ബിയും കെയും എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ബിയും കെയും നമ്മൾ എന്ത് ചെയ്തു? അത് ഇവിടുത്തെ ഈ ഡെറിവേറ്റീവില് നമ്മൾ കൊണ്ടുവന്ന ടേംസ് ആണ് ബിയും കെയും. 2b = r/l എന്നും k സ്ക്വയർ. കാരണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്തത്. ഇനി അടുത്ത് നോക്കുക. കേസ് 1 പറയുന്നത് ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ മീൻസ് എന്താണ്? അവിടെ ആർ സ്ക്വയർ ബൈ 4l സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 ബൈ എൽ സി ആണ്. അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ എന്താവും? ജി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആവും. അതെന്തായിരിക്കും? ഒരു റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അണ്ടർ ദിസ് കണ്ടീഷൻ ദ ചാർജ് ഓൺ ദ കണ്ടൻസർ വിൽ ഇൻക്രീസ് എക്സ്പോണൻഷ്യലി ടിൽ ദ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ഓഫ് Q0. അതായത് ഈ ഒരു കണ്ടീഷനിൽ ബി സ്ക്വയറിന്റെ വാല്യൂ കെ സ്ക്വയറിനെക്കാട്ടി കൂടിയിരിക്കുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ടൻസർ മീൻസ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലി അത് ചാർജ് ചെയ്യും. ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നവരെ Q0 മീൻസ് അതിന് സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. അത് ഓരോ കപ്പാസിറ്റിന് ഓരോ വാല്യൂസ് കാണും. അപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നവരെ എന്ത് ചെയ്യും? ഇത് എക്സ്പോണൻഷ്യലി ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഈ ഒരു ബി സ്ക്വയറിന്റെ വാല്യൂ കെ സ്ക്വയറിനെക്കാട്ടിയും കൂടുന്ന കണ്ടീഷനിൽ. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഈ ഒരു എക്സ്പോണൻഷ്യൽ ചാർജിങ് ആണ് ഫിഗർ 8.13 ഫസ്റ്റ് എ കാണിച്ചിരിക്കുന്നത്. ഡാം ഓവർ ഡാം ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക അപ് ടു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നവരെ. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നവരെ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഇനി കേസ് 2 എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ആവുന്ന സമയത്ത് എന്തായിരിക്കും? ബി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ മീൻസ് അവിടെ എന്താണ്?
ഈ ഒരു r²/4l² വാല്യൂ 1/c² വാല്യൂ എന്ത് ചെയ്യണം അവിടെ ഈക്വൽ ആവുകയാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? The charge rise to maximum value Q0 without any oscillation in a short time. This type of charge is called critically damped. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഈ ഒരു ഓസിലേഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഓസിലേഷൻ ടൈം ഇല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ഷോർട്ട് ടൈമിൽ തന്നെ ഒരു പീക്ക് ആയിട്ട് എന്ത് ചെയ്യുവാണ്? അവിടെ ചാർജിങ് നടക്കുവാണ്. അതായത് പെട്ടെന്ന് തന്നെ ആ സർക്യൂട്ടിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ആയി പോകും. അപ്പൊ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കേസ് നോക്കുക, b² ഈക്വൽ ടു k². അപ്പൊ b²നും k²നും വാല്യൂസ് ഉണ്ട്. രണ്ടും നമ്മൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തുണ്ട്? പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. അപ്പൊ ആ വാല്യൂസ് കൂടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അതിന്റെ റൈസിങ്ങും ഫോളിങ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? b² ഈസ് ഈക്വൽ ടു k² ആവുന്ന ടൈമിൽ എന്ത് ചെയ്യാണ്? അവിടെ ക്രിട്ടിക്കലി ഡാംഡ് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ചാർജ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ക്രിട്ടിക്കലി ഡാംഡ് ആണ്. ഇത് ഓവർ ഡാംഡ് ആയിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് നോക്കുക, അടുത്ത കണ്ടീഷൻ മീൻസ് തേർഡ് കേസ് ആണ്. b² ഈസ് ലെസ് ദാൻ k². അപ്പൊ b²ന്റെ വാല്യൂ ലെസ് ദാൻ ഇതായി കഴിഞ്ഞാൽ g is equal എന്താ? b² മൈനസ് k² ആയിരിക്കും. അപ്പൊ ഇതെന്താ? നേരത്തെ റിയൽ ക്വാണ്ടിറ്റി ആയിരുന്നു. ഇവിടെ ഇതെന്ന് വെച്ചാൽ എന്തായിരുന്നു? g is equal to root of b² മൈനസ് k² എന്നൊരു റിയൽ ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായിട്ട് മാറി? അതൊരു ഇമാജിനറി ക്വാണ്ടിറ്റി ആയിട്ട് മാറി. അപ്പൊ ഇമാജിനറി ക്വാണ്ടിറ്റി ആയി മാറുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? ഒരു മൈനസ് വാല്യൂ അതിനകത്ത് തന്നെ വരാൻ പറ്റും. അപ്പോൾ g is equal to j ഒമേഗ എന്ന് എടുക്കുവാണെങ്കിൽ ഒമേഗ is equal to root of k² മൈനസ് b² എന്ന് കിട്ടും. അപ്പൊ ഈ g is equal to j ഒമേഗ എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 5 ഇതിനകത്തുള്ള ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം നമുക്ക് അവിടെ ഇനി എന്ത് വേണം? ആ ഇമാജിനറി പാർട്ടിന്റെ കേസ് അവിടെ കണ്ടുപിടിക്കണം. നമ്മൾ j എന്നൊരു ടേം ഒക്കെ എന്ത് ചെയ്യുക? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് j ഒമേഗ എന്നൊരു ടേം അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഇമാജിനറി ക്വാണ്ടിറ്റി ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട്. ഇനി എന്ത് ചെയ്തു? ആ ഇമാജിനറി ക്വാണ്ടിറ്റീസ് വെച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക? ആ ഒരു ഇമാജിനറി ക്വാണ്ടിറ്റീസ് വെച്ച് ഇക്വേഷൻ മാറ്റുക. ഇമാജിനറി ക്വാണ്ടിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് e raised to j omega t ക്ക് പകരം നമുക്ക് cos omega t plus j sin omega t എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. അതിന് എന്ത് ചെയ്യാം? ഇനി അത് ഈ ഒരു കോസിനെയും സൈന്റെയും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിന് സിംപ്ലിഫൈ ചെയ്ത് മാറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്ത് മാറ്റിയപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ് q0 മൈനസ് q0/2 e raised to minus bt into 2 cos omega t plus 2b by omega into sin omega t എന്ന് കിട്ടുന്നത്. q0 is equal to 1 minus e raised to minus bt into cos omega t plus b by omega into sin omega t എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഈ ഒമേഗയുടെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? ഒമേഗയുടെ വാല്യൂസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഈ ഒരു സെക്ഷൻ വരെ എത്തി. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഒമേഗയുടെ വാല്യൂസ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗയുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? q is equal to q0 into 1 minus e raised to minus bt divided by root of k² minus b² into k² minus b² minus cos omega t plus b sin omega t എന്ന് കിട്ടും. അവിടെ നമ്മൾ ഒമേഗയുടെ വാല്യൂ ഈ കോസ് ഒമേഗയ്ക്കകത്ത് കൊടുക്കല്, അല്ലെങ്കിൽ ഈ കോസിനകത്ത് വരുന്ന ഫംഗ്ഷനിൽ എന്ത് ചെയ്യുക? ഒമേഗയുടെ വാല്യൂ കൊടുക്കുക. കാരണം അത് തീറ്റ വാല്യൂസ് നിൽക്കുന്നത് ആംഗിൾ വാല്യൂസ് ആണ്. അപ്പൊ അല്ലാതെ വരുന്നിടത്ത് എല്ലാം എന്ത് ചെയ്യുക? ഒമേഗയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇനി ടാൻ ആൽഫ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ടാൻ ആൽഫ നമ്മൾ എടുക്കുന്നത് ടാൻ ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ k² minus b²/b². അപ്പൊ ഇത് നമ്മൾ ടാൻ ആൽഫ എടുക്കുന്നുണ്ട്, which is equal to 2l/r into root of 1/lc minus r²/4l² എന്ന് കൊടുക്കുവാണ്. ഇത് ഇക്വേഷൻ നമ്പർ 6 ആണ്. അതേപോലെ തന്നെ സൈൻ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് k² minus b²/b and tan alpha is equal to 4l divided by r² c minus 1 എന്ന് കിട്ടും. ആൻഡ് cos ആൽഫ എന്താണ്? അത് b/k ആണ്. ഹെൻസ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് q is equal to q0 into 1 minus k e raised to minus bt divided by root of k² minus b² into sin omega t plus alpha എന്നായിട്ട് മാറും. കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ ഡാമ്പിംഗ് കണ്ടീഷൻ ആണ് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഈ ഒരു ഓസിലേഷൻസ് വഴി എന്ത് ഡാമ്പിംഗ് സംഭവിക്കുന്നു എന്ന കേസാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ ഒരു രണ്ടും b² ലെസ് ദാൻ ഇതാവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാണ്? ഡാംഡ് ഓസിലേഷൻസ് എന്ത് ചെയ്യാണ്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഡാംഡ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇക്വേഷനിൽ നമുക്ക് സൈനിന്റെയും കോസിന്റെയും ടേംസ് എന്ത് ചെയ്യുന്നത്? അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡെറിവേഷൻ എടുക്കുന്ന സമയത്ത് സൈന്റെയും കോസിന്റെയും ടേംസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? മാറ്റി എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 7 കാണിക്കുന്നത് എന്താണ്? which shows that the charge on the capacitor oscillate with a damped simple harmonic motion without any steady value of q0. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ എന്ത് ചെയ്യുന്നില്ല? അതവിടെ നിൽക്കുന്നില്ല. ശരിക്കും അവിടെ കപ്പാസിറ്റർ എന്ത് ചെയ്യണം? ഒരു ഓസിലേഷൻസ് അതിനകത്ത് തന്നെ ഇൻസൈഡ് കപ്പാസിറ്റർ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കറണ്ടിന്റെ ഒരു ഓസിലേഷൻസ് എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യുവാണ്. അവിടെ സ്റ്റഡി സ്റ്റേറ്റിലായിട്ട് അല്ല നിൽക്കുന്നത്, ഡാംഡ് ഓസിലേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് q0
k into e raised to minus bt by root of k square minus b square എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് എക്സ്പോണൻഷ്യൽ ഡ്യൂ ടു ദ ഫാക്ടർ ഇ റൈസ് ടു മൈനസ് ബി ടി. അതായത് ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം, അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം എന്താണ് കാണിക്കുന്നത്, എക്സ്പോണൻഷ്യൽ ടേം എപ്പോഴും ആ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് വാല്യൂക്ക് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇപ്പൊ ഇ റൈസ് ടു മൈനസ് ബി ടി ആയതുകൊണ്ട് ഇത് മൈനസ് വാല്യൂ ആയതുകൊണ്ട് എന്തായിരിക്കും, എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഒരു ഇ റൈസ് ടു മൈനസ് അല്ലെങ്കിൽ ബി ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിവിടെ ഡിക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നിങ്ങൾ ആ ഒരു ഫിഗറിൽ, ഇവിടുത്തെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഈ ഡാമ്പിംഗ് വെച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് കൂടി ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് എന്തിനാ ഓസിലേഷൻ നടത്തി എന്ത് ചെയ്യാണ്, ആ ഒരു ഓസിലേഷൻസ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ അതാണ് ഡാംഡ് ഓസിലേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ അല്ല ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെ ഓസിലേഷൻസ് വരും പഠിക്കുന്നത്. നിങ്ങൾ ഓസിലേഷൻ വേവ്സിൽ അവിടെ ഡാംഡ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ അവിടെ എന്ത് ചെയ്യാം, അവിടെ ഈ ഡാമ്പിങ്സ് വരാൻ പറ്റും. അവിടെ വരുന്ന ഡാമ്പിങ്സ് എന്തായിരിക്കും, അത് മെക്കാനിക്കൽ ഡാമ്പിംഗ് ആണ്. ഇതെന്താണ്, ഇത് ഇലക്ട്രിക്കൽ ഡാമ്പിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ട് ഡാമ്പിംഗ് വഴി അവിടെ അതിന്റെ ആ ഒരു പവർ അവിടെ കുറഞ്ഞു, അല്ലെങ്കിൽ കപ്പാസിറ്റർ ചാർജ് എന്ത് ചെയ്യാം, കുറഞ്ഞ് പോകാൻ പറ്റും. The value of B will be small and the amplitude will be die slowly. അപ്പോൾ എന്ത് ചെയ്യാം, ആ ബിയുടെ വാല്യൂ കുറഞ്ഞ് എന്ത് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് കുറയാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അവിടെ പിന്നീട് എന്ത് ചെയ്യത്തില്ല, ചാർജ് അതിനകത്ത് കാണത്തില്ല. That is when R is equal to 0 and amplitude become Q0 because B is equal to 0. The damped oscillations become simple harmonic motion because damped factor resistance is reduced to 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി സ്ക്വയറിന്റെ വാല്യൂ കെ സ്ക്വയറിനെക്കാട്ടി കുറഞ്ഞിരിക്കുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞത്. ബി സ്ക്വയറിന്റെ വാല്യൂ കെ സ്ക്വയറിനെക്കാട്ടി കുറഞ്ഞിരിക്കും. അത് മീൻസ് ബി സ്ക്വയർ മൈനസ് ലെസ് ദാൻ കെ സ്ക്വയർ മീൻസ് എന്താണ്, ആർ സ്ക്വയർ ബൈ 4l സ്ക്വയർ ലെസ് ദാൻ 1/LC. ഈ ഒരു കണ്ടീഷനാണ് ബി സ്ക്വയർ ലെസ് ദാൻ കെ സ്ക്വയർ നമ്മളോട് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഡാംഡ് ഓസിലേഷൻസ് ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ബിയുടെ വാല്യൂ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡും കൂടി അവിടെ എന്തായി പോകും, 0 ആയിട്ട് പോകും. പിന്നീട് അവിടെ എന്ത് ചെയ്യത്തില്ല, ഓസിലേഷൻസ് കാണത്തില്ല. അതാണ് കണ്ടീഷൻ. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കറന്റിന്റെ എക്സ്പ്രഷൻ ആണ്. ദാറ്റ് ഈസ് ദ കറന്റ്. ദ എക്സ്പ്രഷൻ ഫോർ കറന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 7. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ 7 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലാസ്റ്റ് നമ്മളിപ്പോൾ എടുത്തു വെച്ച ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം Q ആണ് ചാർജിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അവിടെ നമുക്ക് കറന്റിന്റെ വാല്യൂ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് I is equal to dQ/dt and minus Q0 into K by root of a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ത് ചെയ്യണം, അതിനകത്തൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേഷൻ കൊടുത്തിരിക്കുന്നത് വേറെ ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അവിടെ നമുക്ക് സൈനിന്റെ വാല്യൂ എന്ത് ചെയ്യാം, സൈൻ ആൽഫയുടെ വാല്യൂക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പറ്റും. റൂട്ട് ഓഫ് കെ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ കെ, ഒമേഗ ബൈ കെ ആൻഡ് കോസ് ആൽഫ ബി ബൈ കെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒമേഗയ്ക്കും ബിക്കും എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ദാറ്റ് ഈസ് I is equal to Q0 K square e raised to minus bt divided by root of K square minus b square sin into root of K square minus b square into t എന്ന് പറയുന്നത്. അതായത് ചാർജിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്ത് എന്തുവാണ്, ഇപ്പൊ നമ്മൾ കറന്റിന്റെ ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇ റൈസിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ റൈസിന്റെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ഇ റൈസിന്റെ ഫംഗ്ഷൻ മീൻസ് അവിടെ ഇ റൈസ് മൈനസ് എക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ഓസിലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, അത് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഓസിലേഷൻസിന്റെ ഫംഗ്ഷൻ കാണിക്കുന്നത് ഈ സൈനിന്റെ വാല്യൂ ആണ്. സൈനിന്റെ വാല്യൂ ഓസിലേഷൻസ് കാണിക്കും. ഇ റൈസ് ടു ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോണൻഷ്യലി ഡിക്രീസിങ്. അതായത് നമ്മളിപ്പോൾ ഗ്രാഫിക്കലി വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ഇതിപ്പോൾ സൈൻ വേവ് ആണ് കാണിക്കുന്നത്. ഇതെന്താണ്, ഈ സൈനിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഒരു വേവ് കാണിക്കുന്നത്. ഇ റൈസ്റ്റിന് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് എന്ന് കാണിക്കും. കണ്ടോ, ഇതാണ് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ഇതാണ് കണ്ടോ. അപ്പൊ ഈ ഒരു ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംപ്ലിറ്റ്യൂഡ് ഡൈസ് ആസ് എക്സ്പോണൻഷ്യലി ആസ് ഇൻ ദ കേസ് ഓഫ് ദ ചാർജ്. അപ്പോൾ ചാർജ് ഡിക്രീസ് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡും അവിടെ ഡിക്രീസ് ചെയ്യാം. ഇനി പീരീഡ് ഓഫ് ഓസിലേഷൻസ് ആണ് എടുക്കേണ്ടത്. പീരീഡ് ഓഫ് ഓസിലേഷൻ എടുക്കാൻ വേണ്ടി എന്താണ്, T is equal to 2π by omega ആണ്. ഒമേഗയുടെ വാല്യൂ അറിയാലോ, എന്താണ്, കെ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. T is equal to 2π minus 2π 2π minus 2π അല്ല 2π divided by root of 1/L square L, that is T is equal to 2π by omega and 2π by root of k square minus b square, which is equal to എന്ത് കിട്ടും, minus 2π by root of 1/LC minus r square by 4l square എന്ന് കിട്ടും. ഇതാണ് ആ ഒരു ടൈം വേർഡ് ഇക്വേഷൻ. അപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിൽ എന്തായിരിക്കും, ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇൻവേഴ്സ് ആയിരിക്കും ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മളിപ്പോൾ ചാർജിങ്ങിന്റെ കേസാണ് നമുക്ക് നോക്കിയത്, ത്രൂ ദ കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ റെസിസ്റ്ററിന്റെ കേസിൽ ചാർജിങ് നമ്മൾ എന്ത് ചെയ്ത് നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഈ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ഒരു ചാർജിങ് നമ്മൾ നോക്കി. അടുത്ത് എന്ത് വേണം, നമുക്ക് ഡിസ്ചാർജിങ് നോക്കണം ത്രൂ ദ ഇൻഡക്ടൻസ് ആൻഡ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻഡക്ടൻസിലും റെസിസ്റ്റൻസിലും കൂടി
കപ്പാസിറ്റർ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് രണ്ട് കീസ് ഉണ്ട്, ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ്, മറ്റൊന്ന് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ K1 എന്ന കീ ക്ലോസ് ചെയ്തതിനു ശേഷം കപ്പാസിറ്റർ എന്ത് ചെയ്യുവാണ്, ചാർജ് ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ മൂവ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യണം. EMF നമ്മൾ ബാറ്ററി സോഴ്സിൽ നിന്ന് ഡിസ്ചാർജ് അല്ലെങ്കിൽ മാറ്റുവാണ്. കപ്പാസിറ്ററിൽ നിന്ന് ബാറ്ററി സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റും, ഡിസ്കണക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ K എന്ന കീ ക്ലോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഡക്ടറിലോട്ടും റെസിസ്റ്ററിലോട്ടും കപ്പാസിറ്റർ ചാർജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റെപ്പ് ഓർത്തിരിക്കുക, സർക്യൂട്ട് ഡയഗ്രാം ഓർക്കുക. അപ്പോൾ L into di/dt പ്ലസ് Ri പ്ലസ് Q/C ഈക്വൽ ടു എന്ത് കിട്ടും, 0 കിട്ടും. ഇനി അവിടെ നമുക്ക് ബാക്കി വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക, നേരത്തെ പോലെയാണ് di/dt ക്ക് പകരം t² Q/dt² എന്നും I ക്ക് പകരം dQ/dt എന്നും Q/C എന്ത് ചെയ്യുക കൊടുക്കുക, which is equal to എന്തിട്ട് 0 ആയിരിക്കും. നെക്സ്റ്റ് d² Q/dt² പ്ലസ് 2b, നേരത്തെ ചെയ്ത പോലെ തന്നെ R/L ന് പകരം എന്ത് ചെയ്യുക 2b കൊടുക്കുക. a² എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് 1/LC ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ അറിയായിരിക്കും, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എയും ബി എന്ന കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് g √b² - k² എന്നൊരു വാല്യൂ എടുത്തിട്ടുണ്ട്. ആൻഡ് എന്ത് ചെയ്യുക, ഈ വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുക്കുക. അവിടെ നമ്മൾ t0 ആണ് ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷന്റെ കേസ്, q എന്തായിരിക്കും, q0 ആയിരിക്കും. q0 is equal to a plus b ആയിരിക്കും. ആൻഡ് എന്ത് ചെയ്യുക, അതിന്റെ dQ/dt എടുക്കുക, t is equal to 0. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് ഒപ്റ്റൈൻ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 2, അതായത് നമുക്ക് ഈ ക്യൂവിന്റെ വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് കറന്റിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ t is equal to 0 ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ 0 മീൻസ് ഇവിടെ 0 is equal to g into a minus b minus b into a plus b എന്ന് കിട്ടും. ആൻഡ് a minus b is equal to b by g into a plus b and a minus b is equal to b by g into, ഓക്കെ റിപ്പീറ്റ് എഴുതിക്കുന്നതാണ്, a minus b into b by g into a plus b എന്ന് പറയും. അവിടെ കിട്ടിയല്ലോ, a minus b into എന്ത് കിട്ടും, ദാറ്റ് ഈസ് a plus b എന്താണ്, a plus b നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. a plus b എന്ന് പറഞ്ഞാൽ എന്താണ്, അത് a plus b equal to q0 ആണ്. a plus b നമുക്ക് എന്ത് ചെയ്യാം, q0 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് വീണ്ടും a plus b യുടെയും a minus b യുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് a യുടെയും b യുടെയും വാല്യൂസ് കിട്ടും. a equal to q0/2 into 1 plus b by g യും b എന്താണ്, അത് q0/2 into 1 minus b by g ആണ്. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് വാല്യൂസിനെയും എയുടെയും ബിയുടെയും വാല്യൂവിനെ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനുള്ള കണ്ടീഷൻസ് പറഞ്ഞത്, കാരണം നമ്മുടെ ഇനി ഡിസ്ചാർജിങ് ആ സർക്യൂട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്, ബാക്കി കണ്ടീഷൻസ് എല്ലാം കൊടുത്തുന്ന ഏതാണ്, ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, സർക്യൂട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി കൊടുത്തു. നേരത്തെ നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്തു, ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, ആ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കീ കൊണ്ട് കണക്ട് ചെയ്തു, അത് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ഇനി നോക്കാം, ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. b² എന്താണ്, k² കാട്ടി ഇപ്പോൾ ഗ്രേറ്റർ ആണ്, ദാറ്റ് ഈസ് r²/4l² എന്താണ്, അപ്പോൾ നമുക്ക് 1/LC കാട്ടി ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് g എന്തായിരിക്കും, ഒരു റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഡീകേ എക്സ്പോണൻഷ്യലി എന്തായിരിക്കും, ഡീകേ ചെയ്യും. അത് ഈ ഒരു ഫിഗർ ആണ് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എ, അതായത് ഈ ഒരു ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസ്ചാർജ് സംഭവിക്കും. നേരത്തെ ചാർജിങ് ആയിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യണം, അത് ഡിസ്ചാർജ് ചെയ്യണം, എക്സ്പോണൻഷ്യൽ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ഈസ് കോൾഡ് ഓവർ ഡാംഡ്. ഇത് എന്താണ്, അവിടുത്തെ ഓവർ ഡാംഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓസിലേഷൻ ഒന്നും ഇല്ല, പെട്ടെന്ന് എന്ത് ചെയ്തു, ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓവർ ഡാംഡ് ഡിസ്ചാർജ് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത്. ഓവർ ഡാംഡ് കേസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് ആണെങ്കിലും ഇപ്പോൾ ഒരു ഓവർ ഡാംഡ് കണ്ടീഷൻ പറഞ്ഞാൽ എന്ത് ചെയ്തു, ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ എത്ര വലിച്ചു വിട്ടാൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരു റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് എത്തും. അതാണ് ഓസിലേഷൻസ് ഇല്ലാത്ത ഓവർ ഡാംഡ് കണ്ടീഷൻ മീൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കുക, രണ്ടും എന്ത് ചെയ്യുന്നു, സെക്കൻഡ് കേസ് രണ്ടും ഈക്വൽ ആവുകയാണ്, b² k² ഈക്വൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആൻഡ് പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എൻ ഓസിലേറ്ററി, ദ ചാർജ് ഡിക്രീസ് ടു 0 എക്സ്പോണൻഷ്യൽ അറ്റ് എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഈ ഓവർ ഡാംപ്ഡ് കേസിൽ ഒരു ഓസിലേഷൻസ് എങ്കിലും ചെറുതായിട്ട് നമ്മൾ ഈ വലിച്ചു വിടുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഓസിലേഷൻ മീൻസ് അല്ല, നമ്മൾ അന്ന് റൈസിന് ശേഷം വിടുമ്പോൾ ചെറിയൊരു ഓസിലേഷൻ പോലെ വരാം. ഓക്കെ, ഹാഫ് ഓസിലേഷൻ വരാം. പക്ഷേ ഈ ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ മാറത്തില്ല, അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് 0 ആയിട്ട് എത്തും. നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്നു, ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാം, അത് ഡിസ്ചാർജ് ചെയ്ത് താഴോട്ട് എത്താം. അതാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് മെക്കാനിക്കൽ ഓസിലേഷനിലാണെങ്കിൽ കറക്റ്റ് ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ ഓസിലേഷൻ നോക്കുമ്പോൾ എന്താണ്, രണ്ടും സിമിലാരിറ്റി ഉണ്ട്. കാരണം നമ്മളൊന്ന് ഒരു സിമ്പിൾ പെന്നിൽ നല്ല സിമ്പിൾ പെന്നിൽ ശരിക്കും നടക്കത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, സിമ്പിൾ പെന്നിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർ ഡാംപ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിപ്പോൾ ഒരു നല്ല ടിക്കാനുള്ള റോഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ വിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരത്തില്ല, ഇത് ഈ ഒരു പൊസിഷൻ തന്നെ ഇതുവരെ എത്തിയതിനു ശേഷം ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനാണ് നമ്മൾ എന്താ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മെക്കാനിക്കൽ സിസ്റ്റം ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇവിടെ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പോണൻഷ്യലി അല്ല. ഓക്കെ,
ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത്. ഇപ്പോൾ ഇത് ഡിസ്ചാർജിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. നേരത്തെ ചാർജിങ് ആയിരുന്നു. അപ്പോൾ രണ്ടിന്റെയും ഗ്രാഫ് വ്യത്യാസമുണ്ട്. ഇത് ഡിസ്ചാർജിന്റെ ഗ്രാഫും ഇത് തിരിച്ചു വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജിന്റെ ഗ്രാഫ് വരുന്നത്. ഇതാണ് ചാർജിങ്ങിന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് ചാർജിങ്ങിന്റെ ഗ്രാഫ്, ഇത് ഡിസ്ചാർജിങ്ങിന്റെ ഗ്രാഫാണ്. അപ്പോൾ അത് രണ്ടും മാറ്റാതെ നോക്കി പഠിക്കുക. ഓക്കെ, അടുത്ത ബി സ്ക്വയറിന്റെ വാല്യൂ കെ സ്ക്വയറിനെ കാട്ടി ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതിനകത്ത് ഇമാജിനറി ഒരു ക്വാണ്ടിറ്റി വരാം. അപ്പോൾ ഇമാജിനറി ക്വാണ്ടിറ്റി വന്ന് ജെ ഒമേഗയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു q0/2 e raised to minus b t into 1 plus b by j omega e raised to j omega t into 1 minus b by j omega എന്ന് കിട്ടും, into e raised to minus j omega t എന്ന് കിട്ടും. ആൻഡ് q0 യുടെ വാല്യൂ എന്തായിരിക്കും, q0 യുടെ വാല്യൂ അവിടെ q0/2 q ന്റെ വാല്യൂ q0/2 e raised to minus bt into എന്ത്, ഇത്രയും ടേംസ് ആണ് അതിനകത്ത് വരും. കാരണം നമ്മളിപ്പോൾ e raised to j omega t എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. കാരണം നമുക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ ഓസിലേഷൻസ് വരാം. അപ്പോൾ ഓസിലേഷൻസ് കാണിക്കാൻ നമുക്ക് ഇന്ന് സൈനിന്റെ ടേംസ് ഒക്കെ അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ, e raised to ആ ഒരു ടേമിന് എന്ത് ചെയ്യണം, അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം നേരത്തെ പോലെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം അവിടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് q is equal to q0 e raised to minus bt into k divided by root of k square minus b square into sin alpha cos omega t plus cos alpha sin omega t. ഇതെന്താണ്, sin omega t plus ആൽഫയുടെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സൈനിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്, ഓസിലേറ്ററി ആയിട്ട് നിൽക്കുന്നത്. tan ആൽഫയുടെ വാല്യൂ root of k square minus b square by k ആണ്, is equal to 4l by r square by 4l by r square c minus 1 എന്ന് കിട്ടും. This equation shows that the discharge of capacitor oscillatory and shows in figure C. അതായത് ഈ ഒരു ഫിഗറിലൂടെ കാണിക്കുന്നത് ഓസിലേറ്ററി ഡിസ്ചാർജ് കണ്ടോ, ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ചാർജ് തന്നെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ കറന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ. നേരത്തെ പോലെ എന്ത് ചെയ്യുക, ക്യൂവിന്റെ ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 6 ക്യൂവിന്റെ ഇക്വേഷൻ ആണിത്. എന്ത് ചെയ്യുക, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറന്റിന്റെ വാല്യൂ കിട്ടും. പീരീഡ് ഓഫ് ഓസിലേഷൻ എന്തായിരിക്കും, അത് ഈസ് ഈക്വൽ ടു 2 into pi by omega ആണ്, which is equal to 2 pi by root of k square minus b square എന്ന് കിട്ടും, which is 2 by root of 1 by lc minus r square by 4l square എന്ന് കിട്ടും. ഫ്രീക്വൻസി ആയിരിക്കും എന്തായിരിക്കും, ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് ഇങ്ങനത്തെ വരുന്നത്. ഈ പ്രോബ്ലംസിലും പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നമുക്ക് എല്ലാ വാല്യൂസും തന്നിരിക്കും. ഈ തന്നിട്ടുള്ള വാല്യൂസ് ചിന്തിച്ചാൽ മതി, അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പിന്നീട് ഇവിടെ ആർ സ്ക്വയറിന്റെ വാല്യൂ ആർ സ്ക്വയർ ബൈ 4l സ്ക്വയറിന്റെ വാല്യൂ 1 by l സ്ക്വയറിന്റെ വാല്യൂ ഗ്രേറ്റർ ആണോ ലെസ് ആണോ ഈക്വൽ ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്താണ് കണ്ടീഷൻ, എങ്ങനെയാണ് ഫ്രീക്വൻസി ചെയ്യുന്നത്, വെദർ ഇറ്റ് സർക്യൂട്ട് ഓസിലേറ്ററി ആണോ, എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിയന്റ് കറന്റ് എന്ന സെക്ഷനിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കേസ് ഒന്ന് നോക്കുക. ഒരു ബാക്കി ഓക്കെ, നമ്മൾ ഫസ്റ്റ് ട്രാൻസിയന്റ് ഫസ്റ്റ് പാർട്ട് സെക്ഷനിലാണ് നമ്മൾ ആദ്യത്തെ കേസ് ഒക്കെ ഡിസ്കസ് ചെയ്തത്, ചാർജിങ് ഓഫ് എല്ലാ സർക്യൂട്ടും CR സർക്യൂട്ടും. പിന്നീട് നമുക്ക് വരുന്നതാണ് കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്, ഈ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിനകത്ത് വരുന്ന കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ത്രൂ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യം നോക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് ട്രാൻസിയന്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ട്രാൻസിയന്റ് കറന്റ് ചാപ്റ്ററിൽ നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചത് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പഠിച്ചല്ലോ. ഈ ആർ സ്ക്വയർ ബൈ 4l സ്ക്വയറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 by lc ആണെങ്കിൽ കണ്ടീഷൻ വരാം, ഈക്വൽ ആണെങ്കിൽ കണ്ടീഷൻ വരാം, ലെസ് ദാൻ ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ബാറ്ററി ഓഫ് EMF 100 volt is connected in series with a inductance of 10 millihenry, a capacitor of 0.05 microfarad and a resistance of 100 ohm. Find whether the circuit is oscillatory. B. What is the frequency of oscillatory circuit current? Also find the final capacitor charge. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്താണ് ഡീറ്റെയിലും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ഓസിലേറ്ററി സർക്യൂട്ട് ആണോ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതായത് ബിയുടെ വാല്യൂ കെ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്താൽ മതി, ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓസിലേറ്ററി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക, ആർ സ്ക്വയർ ബൈ 4l സ്ക്വയർ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁴ ഡിവൈഡ് ബൈ 4 into 10 into 10⁻³ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 2.5 into 10⁻⁷ എന്നാണ് കിട്ടുന്നത്. ഇനി 1 by lc യുടെ വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into 10⁻⁹ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ബൈ 4l സ്ക്വയറിന്റെ വാല്യൂ 1 by lc കാട്ടി എന്താണ്, ഗ്രേറ്റർ ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താണ്, അത് അവിടെ ഡിസ്ചാർജ് എന്തായിരിക്കും, ഓസിലേറ്ററി ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ കിട്ടുമായിരുന്നു.
അത് തിരിച്ചാണ് വന്നത്, ഗ്രേറ്റർ ആൻ വന്നിരുന്നത് എന്ത് ആർ സ്ക്വയർ ബൈ 4l2 വാല്യൂ അതിനെക്കാളും കൂടുതലായിരുന്നു നമുക്ക് അവിടെ എന്തായിരിക്കും, അതവിടെ ഓവർ ഡാംഡ് കണ്ടീഷൻ ആയിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു ഓസ്കിലേറ്ററി ആണോ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിൽ തന്നെ നോക്കേണ്ടിയിരുന്നതാണ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ എഫിന്റെ ഇക്വേഷൻ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ് 1/2 പൈ റൂട്ട് ഓഫ് 1/LC മൈനസ് ആർ സ്ക്വയർ ബൈ 4l2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു 1/LCയുടെ വാല്യൂ ആർ സ്ക്വയർ ബൈ 4l2ന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്താൽ മതി, അതിന്റെ ഡിഫറൻസ് എടുത്തതിന് ശേഷം അതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, 1/2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 7078 സൈക്കിൾസ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സൈക്കിൾസ് പെർ സെക്കൻഡ് കിട്ടും. ഇനി അതേപോലെ നമുക്ക് ഫൈനൽ ചാർജ് കൊണ്ട് കപ്പാസിറ്റർ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഫൈനൽ ചാർജിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Q is equal to CE ആണ്. Q is equal to CE അല്ലെങ്കിൽ CV എന്ന് പറയും. ഓൾട്ടേജ് കേസ് പറഞ്ഞാൽ CV അല്ലെങ്കിൽ CE എന്ന് പറയും. അപ്പോൾ CE കേസ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.05 മൈക്രോഫാരഡ് ആണ്. ഇയുടെ വാല്യൂ എത്രയാണ്, E എന്ന് പറയുന്നത് അവിടെ നമുക്ക് ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്, വോൾട്ടേജ് നമുക്ക് ഇവിടെ 100 വോൾട്ട് തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, 0.05 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 100 ചെയ്താൽ മതി, നമുക്ക് വോൾട്ടേജ് കിട്ടും. ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻6 വോൾട്ട് ആണ്. അതെന്താണ്, ഈക്വൽ ടു 5 മൈക്രോ വോൾട്ട് ആണ്. ഓക്കെ, ഇതാണ് അവിടെ കപ്പാസിറ്ററിന്റെ കേസിലുള്ള ഫൈനൽ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നതിന് ശേഷം ഈ വാല്യൂസ് തരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ഓസിലേറ്ററി ആണോ, ഡാംഡ് ആണോ, ഓവർ ഡാംഡ് ആണോ എന്ന കേസ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കുക. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ട്രാൻസിയന്റ് കറന്റിന്റെ ഈ ലാസ്റ്റ് പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. നെക്സ്റ്റ് ഇത് വരുന്നത് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച സെക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് a 2 microfarad capacitor is connected. A 2 microfarad capacitor is connected in series with a resistance R and a DC supply of 100 volt. A neon bulb is connected across the capacitor. It is strike at 60 volt. Find the value of R to make a bulb strike 2 seconds after switch is closed. അതായത് നമുക്ക് നിയോൺ ബൾബ് ഒന്ന് ഫ്ലാഷ് ചെയ്യണം. 2 സെക്കൻഡ് സ്വിച്ച് ക്ലോസിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, നമുക്കൊന്ന് അതിന് ഫ്ലാഷ് ചെയ്യണം. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്ത് ചെയ്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണത്. അപ്പോൾ എത്ര റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ അത് 2 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫ്ലാഷ് ചെയ്യും. അത് കപ്പാസിറ്റർ ചാർജ് നിന്നതിന് ശേഷം 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലാഷ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് കപ്പാസിറ്റൻസിന്റെ വാല്യൂ 2 × 10⁻⁻6 ഫാരഡ് ആണ്. ആൻഡ് ഇയുടെ വാല്യൂ 100 വോൾട്ട് തന്നിട്ടുണ്ട്. V is equal to എന്താണ്, V മീൻസ് നമുക്ക് ഒരു ആവശ്യമുള്ള വോൾട്ടേജ്, നമുക്ക് എത്ര വോൾട്ടേജ് ആണ് ആ ഒരു നിയോൺ ബൾബിന് ആവശ്യമുള്ളത്, 60 വോൾട്ട് ആണ്. ആൻഡ് T എന്താണ്, T എന്ന് പറയുന്നത് ടൈം ആണ്, 2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഉണ്ട് V is equal to E into 1 - e⁻t/CR ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, അതിന്റെ റിസൾട്ട് കിട്ടും. കാരണം ഇനി നമുക്ക് ഇത് എടുക്കാനായിട്ട് R കണ്ടുപിടിക്കണം. അപ്പോൾ R എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ലോഗ് എടുക്കേണ്ടി വരും. ഈ ഒരു ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ടേമിന് എന്ത് ചെയ്യാം, ആറിന്റെ ഇക്വേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോഗ് എടുത്തിട്ടുണ്ട്. ലോഗ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, T/, അപ്പോൾ എക്സ്പോണൻഷ്യൽ ടേമിൽ ലോഗ് എടുത്തു. ലോഗ് എടുത്തപ്പോൾ നമുക്ക് R പുറത്തെടുക്കാൻ പറ്റി. എക്സ്പോണൻഷ്യലിന്റെ ഇൻവേഴ്സ് ആണ് ലോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഗിന്റെ ഇൻവേഴ്സ് ആണ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ നമുക്ക് R is equal to T/C into log to base E, E/e−1 എന്ന് കിട്ടി. which is equal to എന്ത് കിട്ടും, 2/2 × 10⁻⁶ log E 100/40 കിട്ടും. 1.09 × 10⁻⁶ ഓം, അല്ലെങ്കിൽ 1.09 മെഗാ ഓം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂലുള്ള റെസിസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ടൈമിൽ നമുക്ക് അതിനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, 0.1 മൈക്രോഫാരഡ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 10 മെഗാ ഓം റെസിസ്റ്ററിൽ കൂടി ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈം ടേക്കൻ ഫോർ ദ ഹാഫ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ എസ്കേപ്പ്, അതായത് കപ്പാസിറ്ററിന്റെ ഹാഫ് ചാർജ് ഡിസ്ചാർജ് എടുക്കുന്ന ടൈമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ Q is equal to Q, അതായത് ഹാഫ് ആവുന്ന ടൈമാണ് നോക്കേണ്ടത്. Q ഇപ്പോൾ ഒരു 100 ഉണ്ടെങ്കിൽ അത് 50 ആവുക, അതാണ് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തന്നിട്ടുള്ള വാല്യൂസിൽ എഴുതുക. നമുക്ക് ഇക്വേഷൻ ആണ് Q is equal to Q0 e⁻c/R എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ is equal to എക്സ്പോണൻഷ്യൽ T/CR is equal to Q/Q0 എന്ന് കിട്ടി. ആൻഡ് T is equal to എന്ത് കിട്ടും, CR log to base E log Q0/Q എന്ന് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിടത്ത് എക്സ്പോണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ടേം കൊണ്ട് കൊടുത്തു, എക്സ്പോണൻഷ്യൽ ടേം കൊടുത്തു നമുക്ക് ലോഗരിതമിക് ടേം കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ റിമൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ T-യുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, T is equal to 10⁻⁻7 into 10⁻⁷ into log Q0/Q0 into 0.5, അതായത് ഹാഫ് എന്നുള്ള കണ്ടീഷൻ. ഇറ്റ് ഈസ് log to base E എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ആയി പോകും, ഇവിടെ log to base E കിട്ടും.
ഇസ് ഈക്വൽ ടു 0.693 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം നോക്കുക, ആ ലോഗരിതമിക് ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ലോഗ് കൊടുത്ത് എക്സ്പോണൻഷ്യൽ ടേമിന് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നോക്കി വെക്കേണ്ടത്. ബാക്കി മിക്ക ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. സാറിന്റെ തന്നിക്ക് അതാണ് എന്ത് ചെയ്യുക, ആ എക്സ്പോണൻഷ്യൽ ടേമിന് കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പോണൻഷ്യൽ ടേമിൽ കൊടുത്ത് ചെയ്യുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ കറണ്ട് ഇൻ സർക്യൂട്ട് ആൻഡ് കറണ്ട് ആഫ്റ്റർ 20.02 സെക്കൻഡ്സ്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടൈം ഇതിനകത്ത് കൊടുത്താൽ മതി, കാരണം കറണ്ട് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ട്രാൻസിയന്റ് കറണ്ട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.